ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓ ഞാൻ കൊറേ ഞാൻ ഫോളോ ചെയ്യണ അന്ന് കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് ഗേൾഫ്രണ്ട് ഒരു ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് അങ്ങനെ അവനെ തൂക്കിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്ന മറ്റേ ബോയ് ഫ്രണ്ട് ടെസ്റ്റ് ഒക്കെ നടത്തിയില്ലേ, ആ പയ്യനെ കൃഷ്ണപ്രിയയുടെ കൈ പിടിച്ച് നടക്കുന്നതല്ലാതെ ഇവന്റെ മുഖം നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആളെ നമ്മൾ തൂക്കിയിരിക്കുകയാണ്. പലരും ഇതിനോടങ്ങനെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും, ആളെയും കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും അധികം ഓളം ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും ആ വീഡിയോസിലേക്ക് പോകാം. സംഭവം വേറൊരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ബോയ് ഫ്രണ്ട് ടെസ്റ്റും ആ ടെസ്റ്റും ഈ ടെസ്റ്റും ഒക്കെ നടത്തുന്നതിന്റെ ഇടയ്ക്ക് ഇവൻ നടത്തിയ വേറൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഗേൾ ഫ്രണ്ട് ടെസ്റ്റ്. സൈഡിൽ കൂടെ അതും പോകുന്നുണ്ടായിരുന്നു. കാരണം ഈ ചെറുക്കൻ ഈ ടെസ്റ്റ് ഗേൾ ഫ്രണ്ട് ടെസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വലുതായിട്ട് പിന്നെ റീച്ച് ആവാത്തത് കൊണ്ട് ഈ ഒരു സാധനം അധികം ആരും കണ്ടിട്ടില്ല. ഇവൻ നടത്തിയ ഗേൾ ഫ്രണ്ട് ടെസ്റ്റിന്റെ വീഡിയോസ് ഒന്നും നമുക്കൊന്ന് കണ്ടുനോക്കാം. ചില ഡേറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങനെ ചെലവ് ചുരുക്കാതെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നമുക്ക് മെയിൻ ആയിട്ട് ചെലവ് വരുന്നത് ഫുഡിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് വരാൻ. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെലവ് കുറയ്ക്കാം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കഴിച്ചത് ബ്രെഡും അതേപോലെ മുട്ടക്കറിയുമാണ്. ഞാൻ വിചാരിച്ചത് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഈ കറിയും ബ്രെഡും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. നീ ഇരുന്ന് കഴിക്കുന്ന സ്ഥലവും ഞങ്ങൾ കണ്ടു. കൃഷ്ണപ്രിയക്ക് ബോയ് ഫ്രണ്ട് വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉരുട്ടി കൊടുക്കുന്ന ആ ഒരു സ്പോട്ടാണത്. സോറി, ആ ബോയ് ഫ്രണ്ട് നീ ആണല്ലോ അല്ലേ? എന്തായാലും ആ പെണ്ണിനെ നീ പറ്റിച്ചു കളഞ്ഞല്ലോ. ഹോസ്റ്റലിൽ നിന്ന് വാങ്ങിയ ഫുഡാണ് വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണെന്നും പറഞ്ഞ് എന്തൊരു ആക്രാന്തത്തോടു കൂടിയാണ് കൃഷ്ണപ്രിയ അടിച്ചു കയറ്റിയത്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചെലവ് ഞങ്ങൾ ചുരുക്കി. ഞാൻ നോർമലി 4 മുട്ടയാണ് രാവിലെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പ് മാറിയില്ല. ഞാൻ അതുകൊണ്ട് ഒരു പഴം. അല്ല, ഈ പഴം എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഈ പഴമല്ലേ നീ കൃഷ്ണപ്രിയ ചേച്ചിയുടെ വായി കുത്തിക്കയറ്റി കൊടുത്തു? നിനക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പഴം മുഴുവൻ കൃഷ്ണപ്രിയയുടെ വായിലേക്കാണല്ലോ കുത്തിക്കയറ്റുന്നത്. ഞാൻ നേരെ മെട്രോ കയറി പോയത് ലുലു മാളിലേക്കാണ്. അവിടെ ആണെങ്കിൽ നമുക്ക് കാമായിട്ടിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ കറങ്ങി നടക്കാനും സ്ഥലമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി കറങ്ങി അടിച്ചാണ്. ട്രാവൽ ചെയ്യാനായിട്ട് മാക്സിമം മെട്രോ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള സംഗതി. ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് ലാഭം പിടിക്കാൻ പറ്റി. കാരണം എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവൾ വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് റൈസും അതുപോലെ സാമ്പാറുമാണ്. നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണപ്രിയ ചേച്ചിയാണല്ലേ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നത്. ഒരുപാട് ചേച്ചിനെ തെറ്റിദ്ധരിച്ചു കേട്ടോ. ചേച്ചി ഞങ്ങളോട് പറഞ്ഞ കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് ഉണ്ടാക്കിയ ഫുഡാണ് ഇവനെ കൊണ്ടുവന്ന് കൊടുത്തതെന്നാണ്. പക്ഷെ ഇപ്പോഴല്ലേ അറിയുന്നത് ഹോസ്റ്റലിൽ നിന്നാണ് ചേച്ചി കൊണ്ടുവന്നത്. എന്തായാലും കൃഷ്ണപ്രിയ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോ എന്തൊരു റീച്ച് ആയിരുന്നു. ഡ്രസ്സുകൾ വാങ്ങുന്നു, അത് വാങ്ങുന്നു, ചോക്ലേറ്റ്സ് വാങ്ങുന്നു, എന്തൊക്കെയായിരുന്നു. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്തുവാണ്? ഇത് തുടക്കം മുതൽ അവസാനം വരെ ദാരിദ്ര്യമാണല്ലോ. രാവിലെ ബ്രെഡും പഴവും, ഉച്ചക്ക് ചോറും കറി. എന്തായാലും മറ്റേത് ബോയ് ഫ്രണ്ട് ടെസ്റ്റും ഇത് ഗേൾ ഫ്രണ്ട് ടെസ്റ്റും അല്ല. എന്തായാലും അതിന്റെയൊക്കെ ആയിരിക്കും ഈ പോരായ്മകള്. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് ലാഭം പിടിച്ചിട്ട് രാത്രി നല്ല ഹെവി ആയിട്ട് നല്ല റെസ്റ്റോറന്റിൽ പോയി കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി പോയ കടയാണ് കുബാവ. അവിടെ ആണെങ്കിൽ നല്ല മന്തി കിട്ടുമെന്ന് പറഞ്ഞാണ് പോയത്. ഞങ്ങൾ മേടിച്ചത് ബീഫ് മന്തിയാണ്. എന്റെ പൊന്നു ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബീഫിന്റെ കുഴിമന്തി കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ബീഫ് ഭയങ്കര സോഫ്റ്റും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റുന്നത് നമ്മളെ അറിയുന്ന, നമ്മളെ കുറച്ച് മനസ്സിലാക്കുന്ന ഒരാളുമായിട്ട് ഇങ്ങനെയൊക്കെ ലാഭം പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാത്തവരോടല്ല ഇങ്ങനെ ലാഭം പിടിക്കാൻ പറ്റത്തില്ല. ലാബേഷ് കുമാറാണ് ഇവൻ. വെറും പിശുക്കനാണെന്ന് തോന്നുന്നു. അല്ല, നീ തന്നെയാണോ നമ്മുടെ കൃഷ്ണപ്രിയ ചേച്ചിയുടെ കാമുകനെന്ന് ഓർത്തിട്ട് ഡൗട്ട് അടിക്കുന്നത്? എന്നിട്ട് ഭയങ്കര കൂടിയ ചോക്ലേറ്റ് ഒക്കെ അല്ലേ പുള്ളിക്കാരനെ അന്നേരം എടുത്ത് കൊടുത്തത്? ഞാൻ അവസാനം ചേച്ചിയുടെ വീഡിയോ കാണുന്ന സമയത്ത് പോലും ചേച്ചിയുടെ കാമുകൻ റിച്ച് ആയിരുന്നു. ഇത്ര പെട്ടെന്ന് നീ എങ്ങനെ ദരിദ്രവാസിയായി മാറി? പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മാതിരി ഷോപ്പിംഗ് അല്ലേ നടത്തിയത്. ഒരു കിഡ്നി പോയിട്ടും എന്തായാലും ചേട്ടന് ആരോഗ്യത്തോടും നടക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇപ്പോഴാണ് കൃഷ്ണപ്രിയയുടെ ബോയ് ഫ്രണ്ട് നീ ഒരു ആണായി. ആദ്യം തന്നെ പോയത് കാൽവിൻ ക്ലീനിലേക്കാണ്. അവിടെ വെച്ച് എന്റെ കാർഡ് ഡിക്ലൈൻ ആവുന്നതായിട്ട് ഞാൻ അഭിനയിച്ചു. പക്ഷെ പുള്ളിക്കാരിയാണെങ്കിൽ എനിക്ക് 3000 രൂപയുടെ ജട്ടി എനിക്ക് വാങ്ങി തന്നു. ഞാൻ അതൊക്കെ എക്സ്പെക്ട് ചെയ്തതേയില്ല. അങ്ങനെ പുള്ളിക്കാരി ഷോപ്പിംഗ് ടെസ്റ്റും പാസ്സായി. അല്ല, ഷോപ്പിംഗ് ടെസ്റ്റ് ഒക്കെ പാസ്സായതൊക്കെ ഓക്കെ, പക്ഷെ നിനക്ക് ഇങ്ങനെ ഇത്രയും വിലയുള്ള ഷഡിയൊക്കെ? എന്തായാലും നീ കിട്ടിയ അവസരം മുതലാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ചില കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുമ്പോൾ ഇവൾ എന്നെ കംഫർട്ട് ചെയ്യാനായിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു. കേക്ക് വലിയ ഗുമ്മില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്കാരി എനിക്ക് അത് വാങ്ങി തന്നല്ലോ. അത് മാത്രമല്ല പുള്ളിക്കാരി ഫസ്റ്റ് ബൈറ്റ് എനിക്കാണ് തോന്നുന്നത്. അങ്ങനെ ഫസ്റ്റ് ബൈറ്റ് ടെസ്റ്റും പാസ്സായി. പക്ഷെ എന്നിട്ട് പോലും എന്റെ മനസ്സിന് സുഖമില്ലായിരുന്നു. കാരണം കുറെ കമന്റ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ എന്നാൽ പുള്ളിക്കാരി എന്നെ നല്ല രീതിയിൽ കംഫർട്ട് ചെയ്യാൻ ഭയങ്കര ട്രൈ ആക്കുന്നത്. സോ പുള്ളിക്കാരി കംഫർട്ട് ടെസ്റ്റ് അങ്ങനെ പാസ്സായി. പാസ്സാകും. അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിക്ക് ഈ ടെസ്റ്റ് ഒക്കെ പൂ പറിക്കുന്ന പോലെ സിമ്പിൾ അല്ലേ? ഈ ടെസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചത് തന്നെ കൃഷ്ണപ്രിയ ചേച്ചിയാണ്. ആ ചേച്ചിയോടാണ് നിന്റെ കളി. അയ്യോ, കമന്റ് വായിച്ചപ്പം മോന് വിഷമം വന്നു. ഇങ്ങനെ വിഷമിക്കില്ലേ മോനെ? നിങ്ങളുടെ ഈ അവരാധിത്തരത്തിനൊക്കെ ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇട്ടില്ലെങ്കിൽ അല്ലേ ഉള്ള അതിശയം. നിനക്ക് ഇനി എത്ര തെറികൾ കേൾക്കാൻ കിടക്കുന്നു? ഇതൊക്കെ വെറും സാമ്പിളായിട്ട് കൂട്ടിയാൽ മതി.
കേക്ക് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ദേഹത്താണെങ്കിൽ കുറച്ച് കേക്ക് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം. കാരണം പുതിയ ഡ്രസ്സ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരി സർപ്രൈസ് ആയിട്ട് എന്നെ വെബ്സൈഡിൽ കൊണ്ടുപോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങി തന്നു. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ പുള്ളിക്കാരി സർപ്രൈസ് ടെസ്റ്റും പാസ്സായി. പുള്ളിക്കാരി എനിക്ക് ആദ്യമായിട്ട് മേടിച്ചിരുന്ന ഡ്രസ്സാണ് ഇത്. എങ്ങനെയുണ്ട്? അടുത്ത വീഡിയോയിൽ ഒരു ടെസ്റ്റിൽ പുള്ളിക്കാരി റെഡ് ഫ്ലാഗിന്റെ ചെറിയ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് എന്തായാലും പറയാം. സോ സ്റ്റേ ട്യൂൺഡ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. ട്രൗസർ കയറിയാളെ അടുത്ത വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കൂടെ ഒന്ന് കാണിച്ചു തരാം. എന്റെ പ്രിയപ്പെട്ടവൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് അവൾക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് വ്യത്യസ്തമായിട്ടൊരെണ്ണം മേടിക്കാന്നാണ് ഞാൻ പോയത്. കുനാഫ പിസ്റ്റാഷ്യോ ചോക്ലേറ്റ് ഞാൻ മേടിച്ചത് PK ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. എറണാകുളമാണ് ഇത് വരുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ അവൾക്ക് ചോക്ലേറ്റ് കൊടുത്തു. പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്തതേ ഇല്ല ഇങ്ങനൊരു ഗിഫ്റ്റ്. ഞാനും ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കുറെ നാളായി. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് നെക്സ്റ്റ് കഴിക്കാന്നൊക്കെ വിചാരിച്ചാണ് എന്റെ ഒരു പ്ലാൻ. അങ്ങനെ ഇത് പൊട്ടിച്ചു നോക്കി. എന്റെ പൊന്നെ കാണാൻ തന്നെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ പിസ്റ്റാഷ്യോ ചോക്ലേറ്റ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നടുക്കത്തെ ഫില്ലിങ്സ് ചോക്ലേറ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു ചോക്ലേറ്റ് ഇവരുടെ വെബ്സൈറ്റിലും ഇൻസ്റ്റാമാർട്ടിലും ഒരുപാട് കടകളിലും മേടിക്കാൻ കിട്ടും. സോ ഇന്ന് ഓക്കെ, അതിന്റെ കൂടെ പ്രൊമോഷനും ഉണ്ട് കേട്ടോ. കൃഷ്ണപ്രിയ ചേച്ചിയുടെ കാമുകൻ ഒരുപാട് വളർന്നിരിക്കുന്നു. ബോയ് ഫ്രണ്ട് ടെസ്റ്റും ഗേൾ ഫ്രണ്ട് ടെസ്റ്റും എല്ലാം നടത്തിയിട്ട് നമ്മുടെ കണ്ണിൽ പൊടിയും ഇട്ട് അവരൊക്കെ വലിയ പുള്ളികളായി. എന്തായാലും നന്നായി കണ്ടാൽ മതി. പിന്നെ ഇനി എനിക്ക് കാണിക്കാനുള്ളത് ഒരു വ്ളോഗർ നമ്മുടെ കൃഷ്ണപ്രിയ ചേച്ചിയും ഈ ബോയ് ഫ്രണ്ടിനെയും കൂടെ മാളിൽ വെച്ച് കണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോയും കൂടെ കണ്ടു നോക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓ അയ്യടാ, എന്തൊരു അഭിനയം എന്ന് ചോദിക്കേ. ആ വ്ളോഗറും കൃഷ്ണപ്രിയ ചേച്ചിയും കൂടെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ വീഡിയോ ആണെന്ന് പറയത്തേ ഇല്ല. ഞാൻ കൊറേ ഞാൻ ഫോളോ ചെയ്യണേ. അന്ന് കണ്ടപ്പോ തന്നെ ക്രഷ് ആയിരുന്നു. പിന്നെ എപ്പോഴും ഒന്ന് ക്രഷോ? എന്റെ പൊന്നു ഫായിസേ, നീ ആ ചേച്ചിയുടെ കൂടെ നിൽക്കുന്നവനെ കണ്ടോ? അവൻ ഇങ്ങനെ നിൽക്കുമെന്നൊന്നും നോക്കണ്ട. ആ ചേട്ടന് ഈ ചേച്ചിനോട് ഒരു ക്രഷ് തോന്നിയതാണ്. വീടിന്റെ ആധാരം വരെ പണയം വെച്ചിട്ടാണ് ചേച്ചിയുടെ കൂടെ കറങ്ങി നടക്കുന്നത്. ഒരു കിഡ്നി പോയി, 2 കിഡ്നിയും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ നിൽക്കുന്നത്. ക്രഷ് തോന്നൊക്കെ ഓക്കെ, പക്ഷെ അതങ്ങ് മനസ്സിൽ വെച്ചാൽ കിഡ്നിയൊക്കെ യഥാസ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. കാണണമെന്നുണ്ടായിരുന്നു. ഒരു 1 മിനിറ്റ് ഒന്ന് സംസാരിച്ചോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വരാവോ? കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നീ കൊണ്ടുപോയിക്കോ എന്നൊക്കെ. 1 മിനിറ്റോ 1 വർഷമോ എത്രയാണെങ്കിലും കുഴപ്പമില്ല. നീ ഇപ്പൊ തിരിച്ച് തന്നില്ലേലും കുഴപ്പമില്ല എന്ന മൈൻഡിലാണ് കൃഷ്ണപ്രിയയുടെ കാമുകന്റെ നിൽപ്പ്. കുഴപ്പമില്ലല്ലോ. 1 മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് ഗേൾഫ്രണ്ട് ഒരു 1 മിനിറ്റ് തരുമോ? എന്തായാലും അഭിനയം കളിച്ചിട്ടുണ്ട് കേട്ടോ. നടക്കട്ടെ. ഒരു ബ്രോ പോവല്ലേ ബ്രോ? ഒന്ന് സംസാരിക്കാം. ഒരു 1 മിനിറ്റ് സംസാരിക്കട്ടെ. ബ്രോ പോവല്ലേ ബ്രോ? ഒരു 1 മിനിറ്റ് സംസാരിച്ചോട്ടെ. കുഴപ്പമില്ലല്ലോ. പൊസസീവ് ആണോ? പൊസസീവ് അല്ലല്ലോ. അന്ന് ജസ്റ്റ് ഒന്ന് ആള് പൊസസീവ് ആണോ? എനിക്ക് ഫസ്റ്റ് ഞാൻ കുറെ ഫോളോ ചെയ്ത്. അപ്പോൾ ഭയങ്കര അന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് കാണുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ പേര് ഫായിസ് എന്നാണ്. ആള് ഭയങ്കര പൊസസീവ് ആവുന്നുണ്ട്. ആണോ? നിങ്ങളല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് ട്രെൻഡ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നിങ്ങളെ കണ്ടതില്. എന്താ പറയാള്? ഓഡിയൻസിനോട് എന്താ പറയാള്? ഇപ്പൊ നിങ്ങളെ ഏറ്റെടുത്തതിൽ എന്താ പറയാള്? ഒരുമിച്ച് വീഡിയോയിലും അങ്ങോട്ടും ഫേസ് കാണിച്ചിട്ടില്ല അല്ലേ? പക്ഷെ 2 പേരും ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കണു. അപ്പൊ ഈ വീഡിയോയില് ചിലപ്പോ നിങ്ങളെ ഒരുമിച്ച് കാണിക്കുന്നേ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയാള്? ഓക്കെ, ആളെ പറ്റിയിട്ട് എന്താ പറയാള്? ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോ ഒന്ന് പോസിറ്റീവ് ആയല്ലോ. നിങ്ങളെ ട്രോൾ ചെയ്യുന്നവരോട് എന്താ പറയാ ആള്? ഒന്ന് പറയാം. നിങ്ങൾ ഹാപ്പി അല്ലേ? അടിപൊളിയല്ലേ? അടിപൊളിയായി പോട്ടെ. നിങ്ങൾ ഒരുമിച്ച് എന്റെ വീഡിയോയിലാണോ ഫസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി. ബൈ. താങ്ക് യു. ഫായിസ് ഇബ്രാഹിം. ഓക്കെ, താങ്ക് യു. ബൈ. അടിപൊളിയാക്കി. ബൈ. ആള് കൈ തരുമെന്ന് നോക്കുന്നു. നീ ആള് പൊസസീവ് കേട്ടോ. പൊസസീവ് ടെസ്റ്റ് പാസ്സായിട്ടില്ല കേട്ടോ. ആള് ഫെയിൽ. പൊസസീവ് ടെസ്റ്റ് ഫെയിൽ. ബൈ. എന്തായാലും അങ്ങനെ ഒരു ടെസ്റ്റെങ്കിലും പൊട്ടിയല്ലോ, സന്തോഷം. അതിൽ 2 പേരും കൂടെ വൈറലാവാൻ വേണ്ടി സകല കളികളും കളിക്കുന്നുണ്ട്. ഇനി ബോയ് ഫ്രണ്ട് ടെസ്റ്റ് കണ്ടന്റുകളൊന്നും ക്ലിക്ക് ആവാൻ ചാൻസ് ഇല്ല. 2 പേരെയും എല്ലാവരും മനസ്സിലാക്കിയല്ലോ. അടുത്ത വെറൈറ്റി എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.